നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ലോൺ ചെയ്യുക, ഏൺ ചെയ്യുക. സോ നമ്മുടെ നിഫ്റ്റി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, വലിയ മൂവ് ഒന്നും ഉണ്ടായില്ല. ബട്ട് ഇന്നലെ സ്മോൾ ടൈം ഫ്രെയിമിൽ ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ? ഐ തിങ്ക് ഓർമ്മ ഉണ്ടാകും. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇത് കണ്ട എൻഡിങ് ഡയൽ പാറ്റേൺ ആണ്. സ്മോൾ ടൈം ഫ്രെയിമിൽ എൻഡിങ് ഡയൽ പാറ്റേൺ ആണ്. സോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വീക്ക് ആയിരിക്കും. ഗ്യാപ്പ് അപ്പ് ആയി ആൻഡ് ദെൻ സഡൻ താഴേക്ക് തന്നിരുന്നു. കാരണം എന്ന് വെച്ചാൽ സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ കൗണ്ട് ചെയ്യുമല്ലോ. സ്മോൾ ടൈം ഫ്രെയിമിൽ ഇവിടുന്ന് ഇത് ഒരു ഫോണിൽ 1, 2, 3, 4 and 5 ഇവിടെ എൻഡിങ് ഡയൽ പാറ്റേൺ വരെ കാണിച്ചു. സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ എൻഡിങ് ഡയൽ പാറ്റേൺ. ഗ്യാപ്പ് അപ്പ് ആക്കിയാലും എന്താ ഗ്യാപ്പ് അപ്പ് ആക്കിയാലും അവർക്ക് പവർ ഇല്ലല്ലോ. റീസൺ ഇവിടെ ഇവർ ക്വാണ്ടിറ്റി തീർത്തു. അതാണ് അതിൻ്റെ അർത്ഥം ഉണ്ടാവാറുണ്ട്. ആ ക്വാണ്ടിറ്റി തീർത്തു. ദാറ്റ് മീൻസ് ആ ലാസ്റ്റ് ക്വാണ്ടിറ്റി കൂടി അവർ ഇട്ടു ആൻഡ് ദെൻ പിന്നെ അതിൻ്റെ ആ ഒരു റീട്രേസ്മെൻറ്റ് ആണ് താഴേക്ക് വന്നേ. അത് ഈ ഒരു സ്മോൾ ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഇത് വരേണ്ടതാണ് എത്ര? 81.20% വരേണ്ടതാണ്. ഏത് ഈ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ 1 കഴിഞ്ഞ് അതിൻ്റെ ഫോൾ വരേണ്ടത് 81.20% ആണ്. നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ എത്ര വന്നേക്കന്നെ അതിൻ്റെ ബില്ലും ആണ്. രണ്ടിൻ്റെ ഇടയിലാണ് 81.20 ആൻഡ് 100% ബില്ലും ആണ്. അവിടുന്ന് പ്രൈസ് ഇവർ മുകളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, തേർഡിലേക്ക് അവർ എൻട്രി ചെയ്തു. ബട്ട് പവർഫുൾ ഉണ്ടായില്ല. പവർഫുൾ എന്ന് വെച്ചാൽ ഓവറോൾ സ്ട്രക്ചർ കൺഫ്യൂസിങ് ആണല്ലോ. അതുകൊണ്ടാണ് അവർക്ക് പവർ എത്രയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പവർ അവർക്ക് ഉണ്ടായില്ല. ഓക്കെ, എന്നാലും ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. ഈ ഏരിയയിൽ ഏതാ 22,365 എന്തോ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. 65 ആണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കണം. ആ ഏരിയയിൽ സപ്പോർട്ട് സോണാണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ആ പ്രൈസ് സപ്പോർട്ട് എടുത്തു ആൻഡ് ദെൻ വീണ്ടും മുകളിലേക്ക് റിവേഴ്സ് ആയി പോയി. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ഇവിടെ എൻഡിങ് ഡയൽ പാറ്റേൺ വീണ്ടും ഫോം ചെയ്ത് വെച്ചേക്കാനാണ്. ഓക്കെ, കണ്ടോ സ്മോൾ ടൈം ഫ്രെയിം. സോ പ്രൈസ് നാളെ ഇൻ കേസ് പ്രൈസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴും പ്രൈസ് തന്നെ റീട്രേസ്മെൻറ്റ് തന്നെ തരുള്ളൂ. ഓക്കെ, റീട്രേസ്മെൻറ്റ് തരുമോ ഓർ താഴേക്ക് വരുമോ അത് നമുക്ക് നാളത്തെ ഓപ്പണിംഗ് മസ്റ്റാണ്. സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ ഫസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചോ. ഇവിടുന്ന് വരുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, അത് നാളത്തേക്ക് മസ്റ്റാണ്, മെയിനാണ്. ഇതിൻ്റെ അബവ് പ്രൈസ് വീണ്ടും ബുള്ളിഷ് ആകും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ബിയറിഷ് ആവുന്നത് ഈ ഒരു ലോ. ഓക്കെ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ബിലോ ആണ് ബിയറിഷ് ആവുള്ളൂ നാളത്തേക്ക്. ഓക്കെ, യെസ്, ഇതിൻ്റെ ബിലോ ആണ് ബിയറിഷ് ആവുള്ളൂ. ഇനി നാളത്തെ നമുക്ക് മെയിൻ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണ്? നാളെ നമുക്ക് ആദ്യം ബിഗർ ടൈം ഫ്രെയിം ഡിസ്കസ് ചെയ്യാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മുടെ ഇത് വേവ് 1 ആണ്, ഇത് 2 ആണ്. ഓക്കെ, 2 കംപ്ലീറ്റ് ഇവിടെ ആണെങ്കിൽ, കാരണം ഇന്ന് ഇതിൻ്റെ 2 ഡേ ഈ ലോ യെസ്റ്റർഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിന് മുന്നേ തന്നെ പ്രൈസ് ഒരു പൊക്കി വെച്ചേക്കാണ്. സോ ശ്രദ്ധിച്ച് കേൾക്കണം. ഇൻ കേസ് ഇത് 2 ആണെങ്കിൽ വേവ് തേർഡിൻ്റെ റൂൾ എന്താണ്? എന്താണ്? വേവ് ഫസ്റ്റിൻ്റെ അബവ് ഗ്യാപ്പ് അപ്പ് ആവണം. അത് റൂളാണ്. എല്ലാവർക്കും അറിയാമല്ലോ. അത് എൻ്റെ റെഗുലർ പഴയ വ്യൂവേഴ്സ് അവർക്ക് നന്നായിട്ട് അറിയാം. അതൊരു റൂളാണ്. വേവ് തേർഡ് അങ്ങനെ പോകാറുള്ളൂ. എപ്പോഴും വേവ് ഫസ്റ്റിൻ്റെ ദാറ്റ് മീൻസ് ഈ ഒരു ഹൈ 22,675 80 അബവ് ഗ്യാപ്പ് അപ്പ് ആവണം. അത്രയ്ക്ക് വലിയ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമുക്ക് പറയാം വേവ് തേർഡിലേക്ക് എൻ്റർ ആയി ആൻഡ് ദെൻ പ്രൈസ് പിന്നെ എന്താകും? പിന്നെ മുകളിലേക്ക് പോകും. 3rd, 4th, 5th എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുകളിലേക്ക് പോകാൻ തുടങ്ങും. ഓക്കെ, സോ മനസ്സിലായല്ലോ? ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്ന ഒന്നും ശ്രദ്ധിച്ച് കേൾക്കണം. പ്രൈസ് വേവ് തേർഡിൻ്റെ ഒരു റൂളാണ്. ഇല്ലിയറ്റ് വേവ് ബേസിൽ വേവ് തേർഡ് റൂളാണ്. അത്രയ്ക്ക് വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് ആവണം. ഇതിൻ്റെ ബിലോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. ഇത് മനസ്സിലായോ? വീണ്ടും റെസിസ്റ്റൻസ് ഫേസ് പിന്നെ ചിലപ്പോൾ താഴേക്ക് തന്നെ വരും. സോ അത് ശ്രദ്ധിക്കണം. നല്ലൊരു ട്രാപ്പിംഗ്. സോ ഇത്ര വലിയ ഹ്യൂജ് ഗ്യാപ്പ് ആവണം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇന്ന് ക്ലോസിങ് 470 450 എന്തോ ആണ്. 670 300 സംതിങ് അബവ് പോയിൻറ്റ്സിൻ്റെ 300 സംതിങ് അബവ് പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ആവണം. മനസ്സിലായോ? സോ അത്ര വലിയ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വി എൻറ്റേർഡ് ഇൻ തേർഡ് വേവിൻ്റെ ഒരു റൂളാണ്. ന്യൂ വ്യൂവേഴ്സ്, ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവരുടെ വീഡിയോ കണ്ടിട്ടില്ല. ഇല്ലിയറ്റ് വേവിൻ്റെ 3 വീഡിയോസാണ്. അതിൽ ഞാൻ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇല്ലിയറ്റ് വേവ് ന്യൂസ് ബേസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എലിറ്റ് വേവ്, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവിൽ ബാഡ് ന്യൂസ് വരും, ഫോൾ വരും. തേർഡ് വേവ് ആണെങ്കിൽ തേർഡ് വേവിൽ എൻറ്റർ ചെയ്യാനാണെങ്കിൽ അവർ ഗുഡ് ന്യൂസ് തരും. അത് ഗ്യാപ്പ് അപ്പ് ഇതിൻ്റെ അബവ് തന്നെ ഗ്യാപ്പ് അപ്പ് തരും. ഓക്കെ, സോ ഇത്രയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്?
നമുക്ക് നെക്സ്റ്റ് ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇത് താഴെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഈ വേവ് ഇത് കണ്ടോ, ഇത് നല്ലൊരു സ്ട്രെച്ചബിൾ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഫസ്റ്റ് വേവ് ഭയങ്കര സ്ട്രെച്ചബിൾ ആയിട്ടുണ്ട്. സോ ഇത് അധികം താഴെ വരാൻ പാടില്ല. ഇതിൻ്റെ മുകളിലേക്ക് പോകാനാണെങ്കിൽ, മനസ്സിലായോ, മുകളിലേക്ക് പോകാനാണെങ്കിൽ അധികം താഴെ വരാൻ പാടില്ല. മാക്സ് ടു മാക്സ് ഇത് 61.80% വരാവുള്ളൂ. ഏതാത് ആ ലെവൽ, നമ്മൾ ഇതാണ് ആ ലെവൽ 22,335 അത്ര വരാവുള്ളൂ. താഴേക്ക് ഇവിടെ വരെ വരാം, ബട്ട് ഇവിടുന്ന് റിവേഴ്സ് എടുക്കുവാണെങ്കിൽ അത് കുറച്ച് 22,335 ഇവിടുന്ന് റിവേഴ്സ് എടുക്കുവാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് പറയാം യെസ് തേർഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുക. ഇവിടെ വേവ് ഇവിടെ 81.20% വരാനുണ്ട്. ബട്ട് ഈ കേസിൽ ഇവിടെ വന്ന പണിയാണ്. റീസൺ എന്താ, അപ്പം മുകളിലേക്ക് കയറാനുള്ള ഒരു വീക്ക്നെസ് ഉണ്ടാവും. റീസൺ എന്താ ഞാൻ പറയാം. എൻ്റെ ഫസ്റ്റ് വേവ് നന്നായിട്ട് മുകളിലേക്ക് കയറി, ഓക്കെ. സെക്കൻഡ് വേവ് ഇത് കണ്ടോ ഇറങ്ങിയിട്ടില്ല, സ്റ്റക്കായി കിടക്കണേ, ടൈം എടുക്കുന്നു, ഓക്കെ. ഈ വേവ് ഇങ്ങനെ നേരെ പോയി. ഈ സെക്കൻഡ് വേവ് എന്തായി താഴെ സിഗ്സാഗ് നേച്ചറിൽ ABC നേച്ചറിൽ നമ്മൾ ABC എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണേ. സോ ABC ഇത് മുകളിൽ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് AI, ഇത് BI, ഇത് ഇവിടെ C കംപ്ലീറ്റ് ചെയ്തോ ഇല്ല എന്നാണ് ഇപ്പോൾ ഇനി ഒരു ഡൗട്ട്, ഓക്കെ. സോ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആവണം, അല്ലെങ്കിൽ ഇതിൻ്റെ. സോ ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ബുള്ളിഷ് ആവാൻ തുടങ്ങി, ഓക്കെ. ചിലപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തും അവർ, ഓക്കെ. അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സിയുടെ 127% നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്, ഇങ്ങനെ എക്സ്റ്റൻഡ് ഫിബൊനാച്ചി വെച്ചിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ അത് എവിടെ വരെ വരുന്നു, 127%. അതും ഏകദേശം അവിടെ തന്നെ വരുന്നുണ്ട്. അത് ഇവിടെ വരെ വരുന്നുണ്ട് കേട്ടോ, 22,100, സോറി ഈ നിയറാണ് 22,120 ഈ നിയർ, അതന്നെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ 100% ഉണ്ട്. 22,210 ആൻഡ് ഇതുണ്ട് 100% ആൻഡ് 22,120. സോ 2 ലെവൽസ് ഉണ്ട് ഇവർ, ഓക്കെ. സോ ഇവിടെ വരെയും വരാം. നാളെ എല്ലാം ഓപ്പണിങ്ങിൽ ഡിപ്പെൻഡ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഹ്യൂജ് ഇതിൻ്റെ അബവ് ആയിരിക്കും, ഓർ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഈ 2 ലെവൽസാണ് 22,230 ആൻഡ് ഈ 2 ലെവൽസാണ്. ഇവിടുന്ന് റിവേഴ്സ് ആയാൽ അത്രയ്ക്ക് ബെറ്ററാണ്. അപ്പോൾ തേർഡ് വേവിലേക്ക് ദാറ്റ് മീൻസ് മുകളിലേക്ക് മോർ ബുള്ളിഷ് ഉണ്ടാകും. ഞാൻ ഈ ലെവൽ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒരു തിക്ക് ബ്ലൂയിലാക്കി മാർക്ക് ചെയ്യട്ടെ, ഓക്കെ, തിക്ക് ഗ്രീൻ ആക്കി മാറി. സോ ഈ ലെവൽ ആണ് നമുക്ക് നോക്കാനുള്ളത് മോസ്റ്റ്ലി നാളെ. ഓർ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇത് തിക്കാക്കി റെഡ് മാർക്ക് ചെയ്യും, ഇതിൻ്റെ അബവ്. അതാണ് ഇനി നാളത്തെ കളി. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അബവ്, ഫ്ലാറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ മച്ച് ബെറ്റർ ആയിരിക്കും, ഓക്കെ. സോ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും വേറെ ഒന്നും പറയാനില്ല. റെസിസ്റ്റൻസ് സഡൻ ഇതായിരിക്കും, ഓക്കെ. സ്മോൾ സ്ട്രക്ചറിൽ ഞാനിപ്പോൾ ഒന്നും റീഡ് ചെയ്യണ്ടല്ലോ. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് മിക്കവാറും താഴേക്ക് തന്നെ വരുള്ളൂ. ഫ്ലാറ്റ് ഓപ്പണിംഗ് ഈ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തന്നില്ലെങ്കിൽ, ഈ ബ്ലാക്ക് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് തന്നില്ലെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്തെങ്കിലും ആണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ താഴേക്ക് തന്നെ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത അടുത്തേക്ക് നല്ലതാണ്. പിന്നെ താഴേക്ക് പോയാൽ പിന്നെ മുകളിലേക്ക് പൊങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. ഞാൻ ഇൻ ഷോർട്ട് ഒരു സ്റ്റോറി ഞാൻ പറയാം. സപ്പോസ് നമ്മളൊരു മൗണ്ടെയിൻ മലയുണ്ടല്ലോ, മൗണ്ടെയിൻ കയറി മൗണ്ടെയിൻ്റെ ഓൾമോസ്റ്റ് ഇത്രയ്ക്ക് മൗണ്ടെയിൻ തീർന്നത് ടോപ്പ് മൗണ്ടെയിൻ ഇവിടെയാണ് 20,000 ആണ് സപ്പോസ്, ഓക്കെ. സോ എത്ര വരെ കയറി, ഹാഫിൻ്റെ അബവ് ഒരു നമ്മൾ കയറി, ഓക്കെ. 23,000 ആണ് അതിൻ്റെ ഒരു അക്കൗണ്ട്. 23,000 എന്തിനെ എന്ന് വെച്ചാൽ ഇത് റൗണ്ട് നമ്പറാണ്. മന്ത്ലി ഓപ്പറേറ്റേഴ്സ് OI ഡാറ്റ അവിടെ കൂടുതൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിങ്ങനെയാണ് 23,000 പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഓക്കെ. സോ 23,000ലേക്കാണ് പോകേണ്ടത്, റൈറ്റ്. പ്രൈസ്ക്ക് പോകേണ്ടത് തന്നെ 23,000ലേക്കാണ്. സോ അവരെന്ത് ചെയ്തു, ഇവിടെ നിന്ന് കയറാൻ തുടങ്ങി. കയറി ഇവിടെ 3/4 വരെ കയറി ഓൾമോസ്റ്റ്, ഓക്കെ. 23,000 ഇവിടെ ആണല്ലോ, ഓൾമോസ്റ്റ് 3/4 വരെ കയറി. അപ്പോൾ അത്ര കയറിയിട്ട് എന്തായി, നമ്മുടെ ഒരു മൗണ്ടെയിനിൽ കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്തായി, നമ്മൾ ഇത്ര 3/4 വരെ കയറിയിട്ട് നമുക്ക് ഒരു റെസ്റ്റ് എടുക്കണം, ഓക്കെ. നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ എന്തായി, നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ചേക്ക് വെള്ളം കുടിക്കും, ഓർ താഴേക്ക് വരും. താഴേക്ക് ഇവിടെ കടകൾ അന്വേഷിച്ച് വരും, എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ, ഫുഡ് കിട്ടുമോ, നമ്മളെ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ആഹാരം നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല, നമ്മൾ അത് അന്വേഷിക്കും. സോ താഴെ വന്ന് നമ്മൾ കുറച്ചുകൂടി അന്വേഷിച്ചു, നമുക്ക് അവിടെ ആഹാരം ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. നമുക്ക് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഗുഡ്. ബട്ട് കുറച്ചുകൂടി താഴേക്ക് നമ്മൾ വരാൻ തുടങ്ങി, ആ മൗണ്ടെയിൻ ഇറങ്ങി വരാൻ തുടങ്ങിയ അപ്പം നമുക്ക് മുകളിൽ കയറാനുള്ള ഒരു പവർ ഉണ്ടാവില്ല. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഇത്ര വരെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഇതാണ്, മൗണ്ടിൻ്റെ ടോപ്പ് അതാണ്. ഇത്ര വരെ കയറിയിട്ട് പിന്നെ നമുക്ക് വെള്ളം കുടിക്കണമല്ലോ, എന്തെങ്കിലും റെസ്റ്റ് എടുക്കണമല്ലോ. നമ്മൾ താഴേക്ക് വരാൻ നോക്കി, കടകൾ അന്വേഷിച്ച് താഴേക്ക് വരുന്നുണ്ട്. ബട്ട് കട അന്വേഷിച്ച് പകുതി വരെ നമ്മൾ വീണ്ടും നമ്മൾ താഴേക്ക് പകുതി വരെ ഇറങ്ങി വന്നാൽ അപ്പോൾ മുകളിലേക്ക് കയറാനുള്ള പവർ ഇല്ലല്ലോ.
പിന്നെ നമ്മൾ പോയി അയ്യോ ഞാൻ അവിടെ വരെ പോയിട്ട് പിന്നെ താഴേക്ക് വരുന്നു, ഇവിടെ വരെ പോയിട്ട് ഞാൻ വീണ്ടും താഴേക്ക് വരുന്നുണ്ട്, കട അന്വേഷിച്ച് അന്നതിൻ്റെ പേര് പിന്നെ എനിക്ക് താഴേക്ക് തന്നെ പോയാൽ പോരെ. ഞാൻ കയറുന്നില്ല, മൗണ്ടൻ ക്യാൻസലായി. മനസ്സിലായോ? അപ്പോൾ മൗണ്ടൻ കയറണമെങ്കിൽ നമുക്ക് കട ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് വേഗം വെള്ളം കുടിച്ച് ഫ്രഷായി റെഡിയായി ആൻഡ് ദെൻ വീണ്ടും നമ്മൾ മുകളിലേക്ക് മൗണ്ടൻ്റെ ടോപ്പ് 23,000 നമ്മൾ യാത്ര തുടങ്ങി. കാര്യം മനസ്സിലാവുണ്ടോ? അത്രയ്ക്ക് സിമ്പിൾ ആൻഡ് അടിപൊളി എക്സാമ്പിളാണ് ഇത്. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇനി ഇനി നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തേക്കാം വേഗം. സോ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരിക്കും 760. പിന്നെ ഇതിൻ്റെ ടോപ്പ് ഇവിടെ. നെക്സ്റ്റ് ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ തേർഡിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡ് ഫിബൊനാച്ചി എടുക്കാം. നേരെ 127% അടിച്ചാൽ യെസ്. അപ്പോൾ ടാർഗറ്റ് 23,220 വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ടാർഗറ്റ് ഉണ്ടല്ലോ 81.20%, 20,250, 100% കണ്ടോ? അതൊക്കെ പെർഫെക്റ്റ് ആണ്. 20,000 പെർഫെക്റ്റ് ആയി, കാരണം റൗണ്ട് നമ്പറാണ്. ഓക്കെ, ആൻഡ് 20,220 അതൊക്കെ നിങ്ങൾ തന്നെ എടുക്കാമല്ലോ. ഓക്കെ, ഞാൻ നോർമലി റെസിസ്റ്റൻസ് തരട്ടെ. നോർമൽ റെസിസ്റ്റൻസ് ഈ റെഡ് കാൻഡിൽ ഇതായിരിക്കും. അതിൻ്റെ അപ്പോൾ പിന്നെ വരുന്നത് ഇത്. ഓക്കെ, അത്രേ ഉള്ളൂ അതിൻ്റെ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ കൗണ്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനകത്ത് കൗണ്ടിംഗ് ആണ് ഞാൻ പറയാം. സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ കൗണ്ടിംഗ് നടക്കുന്നത്. യെസ്, ഇവിടെ ഇപ്പോൾ ബോട്ടം സപ്പോർട്ട് എടുത്തു. ഈ പ്രൈസ് 1, 2 ഫോൾ, 3 ഫോൾ, 4 ഫോൾ, 5 ഫോൾ മുകളിലേക്ക്, 5ൻ്റെ മുകളിലേക്ക് പ്രൈസ് പോയി 5ലേക്ക്. ഓക്കെ, 50 ഇൻ കേസ് പോകണമെങ്കിൽ ഇവിടെ പോകാറുണ്ട്. സോ 5 നമ്മൾ നോക്കുന്നത് 3rd ഹൈ ആൻഡ് 4th ലോ 127% മിനിമം. അതായത് 43,025 ആൻഡ് ബാക്കി റേഷ്യോസ് 6.0 ഇതൊക്കെ എല്ലാ റേഷ്യോസ്. ഓക്കെ, നോർമൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. നോർമൽ റെസിസ്റ്റൻസ് 15 ടൈം ഫ്രെയിമിലാണ് കുറച്ച് ബെറ്റർ. ഇത് ഈ റൈറ്റ് ഇപ്പോൾ ഈ റെഡ് കണ്ടില്ലല്ലോ നോർമൽ റെസിസ്റ്റൻസ് ആൻഡ് മറ്റേ ഈ റെസിസ്റ്റൻസ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി പക്ഷേ ഇവിടെ വരുമ്പോൾ റെസിസ്റ്റൻസ് ആട്ടാ. ഓക്കെ, റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിക്കണം. ഗ്യാപ്പ് ആണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റി. സോ ഒരു പോസ്റ്റ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. ഈ റെഡ് കണ്ടില്ല ഹൈ റെസിസ്റ്റൻസ് ആണ്. ഇത് ഹേർഡിലാണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി വീക്ക് ആവുന്നത് 4th ലോ ബ്രേക്കാൽ മാത്രം. ഓക്കെ, 21 പറയുന്നല്ലോ. സെൻസെക്സ് പോകാൻ വേഗം. സെൻസെക്സ് അടിപൊളി. സെൻസെക്സ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് കണ്ടാൽ കാണിക്കുന്നു. ഇനി പോലെ ഇതിൻ്റെ ബിലുമായിരിക്കുള്ളൂ. സെൻസെക്സ് ഐ തിങ്ക് ABC സ്ട്രക്ചറിലേക്ക് പെർഫെക്റ്റ് ആണ്. A, B and C. ഓക്കെ, സി. സോ എൻ്റർ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് ആണ്. യെസ്, ഓക്കെ, തേർഡിലേക്ക് എൻ്റർ ചെയ്യാനാണെങ്കിൽ ഇത് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. റെസിസ്റ്റൻസ് അതാണ്. ഓക്കെ, ബാക്കി റെസിസ്റ്റൻസ് പ്രോപ്പർലി നടക്കും. ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ തേർഡിലേക്ക് പോകാനുള്ള ശ്രമയിലാണ്. ബുള്ളിഷിലേക്ക് പോകാൻ എന്ന് പറയാം. ഓക്കെ, പിന്നെ ഒരു സപ്പോർട്ട് ലൈൻ്റെ എങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ. ഓക്കെ, അത് സെക്കൻഡിലേക്ക് ഒരു ഇങ്ങനത്തെ ചാനൽ ഉണ്ടാവാറുണ്ട് നോർമലി. ഇത് ഞാൻ നമ്മുടെ വേവിൻ്റെ ഇതിലേക്ക് എൻ്റർ ആവുള്ളൂ. നമ്മുടെ വേവിൻ്റെ വീഡിയോസിലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി വേഗം 50 മിനിറ്റ് ക്യാപ്സിലേക്ക് പോകാം. 50 മിനിറ്റ് ക്യാപ്സിലേക്ക് ഇനി ഓപ്പണിംഗ് എക്സാക്ട് ആ ഒരു ലൈൻ കൊടുക്കുന്ന റെസിസ്റ്റൻസ് അവിടെ തന്നെ ഉണ്ട്. ഓപ്പണിംഗ് അവിടെ തന്നെ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്കുണ്ടാവും. പെർഫെക്റ്റ് ആണ്. പോലെ പോലെ ഇതിൻ്റെ ബില്ലാണ്. ഓക്കെ, റെസിസ്റ്റൻസ് ഇനി ഇതായി റെസിസ്റ്റൻസ്. ഇതിൻ്റെ ഇടയിൽ ടൈം പാസ് ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ ടൈം പാസ് ആയിരിക്കും. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ഡബിൾ ബോട്ടം കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഡബിൾ ബോട്ടം കാണുന്നുണ്ട്. ഡബിൾ ബോട്ടം ഫോമായി എന്ത് ചെയ്യുക? വേഗം ചെയ്യുക. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോകാം. ഡബിൾ ബോട്ടം ഫോം ചെയ്യും പ്രൈസ്. ഓക്കെ, കൗണ്ട് തുടങ്ങിക്കും. 1, 2, 3 വേവും ഡബിൾ ബോട്ടം ഫോം ആയില്ലോ. ഓക്കെ, സോ 1, 2, 3, 4 5th മുകളിലേക്ക്. അതൊക്കെ ഈസിലി കൗണ്ട് ചെയ്ത് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഏത് ഒരു ഇൻഡെക്സ് മാത്രം പിടിക്കേണ്ട, എല്ലാ ഇൻഡെക്സും കൗണ്ട് ചെയ്യാം. ട്രേഡ് എടുക്കുന്നില്ല നിങ്ങൾ അതിലേക്ക് ഡിപ്പെൻഡ് ആണ്. ബട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് എടുക്കുന്നില്ല എന്ന് നോക്കി കഴിഞ്ഞാൽ 1 തുടങ്ങുകയാണെങ്കിൽ 2 സെക്കൻഡ്, പിന്നെ 3rd, പിന്നെ 4th, പിന്നെ 5th പോസിബിൾ ആണ്. 3rd നിങ്ങൾ ഇറങ്ങാം. 3rd ഇറങ്ങുകയാണെങ്കിൽ ബെറ്റർ ആണ്. അപ്പോൾ ബാക്കി ട്രാക്ക് ചെയ്യുക. കാരണം 4th, 5th നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പാടായിരിക്കും. 4th, 5th നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ റെസിസ്റ്റൻസ് ലൈനൊക്കെ എപ്പോഴും ഉണ്ടാവും. കണ്ടോ, അതാണ് സ്ട്രക്ചർ റീഡ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക, സ്റ്റാർട്ടിംഗ് ഇച്ചിരി പാടുണ്ടാവും, ബട്ട് സൂപ്പർ ആയിരിക്കും. എല്ലാ സ്റ്റാർട്ടിംഗ് തന്നെ റെഡി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സീൻ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.